കിഴക്കേക്കലട 1220 നമ്പർ ശ്രീദേവി വിലാസം NSS കരയോഗ മന്ദിരത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. കൊല്ലം NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ വളരെ മനോഹരമായ ഒരു നോട്ടീസ്, ആ നോട്ടീസിൽ കരയോഗം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒന്നിക്കുവാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സമുദായ നേതാക്കൾ എത്തും എന്നാണ് ഈ നോട്ടീസിലടിച്ച് നിങ്ങൾക്ക് തന്നത്. പക്ഷേ എനിക്കൊരു കാര്യം നല്ലവണ്ണം അറിയാം. ഈ കരയോഗത്തിൽ എന്നേക്കാൾ മിടുക്കനായ, എന്നേക്കാൾ ശക്തനായ, എന്നേക്കാൾ ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തനായ അരവിന്ദാക്ഷൻ പിള്ള ചേട്ടനെ പോലെയുള്ള ആളുകളുള്ള ഒരു കരയോഗം. എന്നേക്കാൾ ഒരുപാട് മുമ്പിൽ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം നായർ സർവീസ് സൊസൈറ്റിയുടെ നായകസഭയിൽ അംഗമായി ഇരിക്കുകയും എന്നെപ്പോലെ നായർ സർവീസ് സൊസൈറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണം NSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിയമിക്കുന്ന ഒരു ചെയർമാനായി എനിക്ക് മുമ്പിരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത ഉണ്ണിപ്പിള്ള സാറിനെ പോലെയുള്ള ആളുകളുള്ള ഒരു കരയോഗം. അവർക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്കോ എന്നോടൊപ്പം വന്നിട്ടുള്ളവർക്കോ കഴിയും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷേ ഇവിടെ വനിതാ സമാജത്തിൻ്റെ പ്രതിനിധിയായി, ഈ കരയോഗത്തിൻ്റെ സെക്രട്ടറിയായി സന്ധ്യാകുമാരി വായിച്ച റിപ്പോർട്ടിൽ ഈ കരയോഗത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ എൻ്റെ നേതൃത്വത്തിൽ ഒരു അഡ്വ കമ്മിറ്റി കൊല്ലം താലൂക്ക് NSS യൂണിയനിൽ രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ശരിയല്ല. അതിൻ്റെ ശരിയും തെറ്റും വിശകലനം ചെയ്യേണ്ട വേദി ഇതല്ല. ഇവിടെ 5 വർഷക്കാലമായി നമ്മൾ മുടങ്ങിപ്പോയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മിടുക്കനുസരിച്ച് അവരെ നമ്മുടെ കരയോഗത്തിൻ്റെ ശേഷി അനുസരിച്ച് ആകെ 28,000 രൂപ വരവും 30,000 രൂപ ചെലവും നടത്തിയ ഒരു കരയോഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കരയോഗത്തിലെ ഏതാണ്ട് 70 കുടുംബങ്ങളിൽ നിന്നുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമുദായം, നായർ സർവീസ് സൊസൈറ്റി, NSS, ആ NSS എന്ന് പറയുന്ന 3 അക്ഷരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ആലോചിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ചടങ്ങിൽ കൊല്ലം NSS താലൂക്ക് യൂണിയൻ മുൻ ചെയർമാൻ മഠത്തിൽ M. ഉണ്ണികൃഷ്ണപിള്ള, താലൂക്ക് യൂണിയൻ സെക്രട്ടറി KG ജീവകുമാർ, യൂണിയൻ പ്രതിനിധി കല്ലട വിജയൻ, രവീന്ദ്രൻ പിള്ള, അരുൺ, കരയോഗം ട്രഷറർ രമേശ് കുമാർ, വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. കരയോഗം സെക്രട്ടറി സന്ധ്യകുമാരി S. സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. കരയോഗം ജോയിന്റ് സെക്രട്ടറി രാജൻ പിള്ള നന്ദി പ്രകാശിപ്പിച്ചു. കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.